വ്യക്തിപരമായി ഞാൻ ജോയിൻ ചെയ്യുന്ന സന്ദർഭത്തിൽ എൻ്റെ മുൻഗാമി സമ്പത്തിന് കൊടുത്ത അതേ സംവിധാനങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഒരു വ്യത്യാസമുള്ളത് അദ്ദേഹത്തിന് ശമ്പളമായിരുന്നു, എനിക്ക് ഹോണറേറിയമാണ്. അതിൻ്റെ കാരണം എനിക്ക് പെൻഷനുണ്ട്, ഹെൽത്ത് സർവീസസ് ഉണ്ട്. ഞാൻ MPയും MLAയും ഇതേപോലെയൊക്കെയുള്ള അധ്യാപകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ശമ്പളം എടുക്കാൻ കഴിയില്ല. ഒരു ഹോണറേറിയം CM തീരുമാനിച്ചാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി K. തോമസ് മാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. മാഷെ, കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലുള്ളൊരു നാഴികക്കല്ലാവുന്ന ഒരു സമ്മിറ്റാണ് നടക്കുന്നത്. മാഷ് എങ്ങനെയാണ് ഈ സംഗമത്തെ കാണുന്നത്? ഞാൻ ലീഡർ കരുണാകരൻ്റെ കാലഘട്ടം മുതൽ ഇതുപോലുള്ള സബ്മിറ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ജിമ്മെന്നാണ് പറയുന്നത്. ഈ തവണ തികച്ചും വ്യത്യസ്തം വലിയൊരു പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിലെ പ്രതിനിധികൾ പീയൂഷ് ഗോയൽ ഉൾപ്പെടെ വലിയ സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷവും അപ്പോൾ എല്ലാവരും കൂടി യോജിച്ചു പോകുന്ന സമ്മിറ്റ് അത് അപൂർവമായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ 3 ലക്ഷം കോടി രൂപയുടെ പ്രപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് കേരളത്തിൻ്റെ മുഖം, വികസന മുഖം വ്യത്യസ്തമായ രീതിയിൽ വളരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ഇൻവെസ്റ്റ് കേരളയിലൂടെ വന്നിരിക്കുന്നത്. ഇത് കുറേ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് തോന്നുന്നുള്ളേ. നേരത്തെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് വളരെ ഈസി ആവുന്ന. കേരളം പൊതുവേ ഇൻവെസ്റ്റ്മെൻറ്റിന് ഗുണകരമല്ലെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ട്രേഡ് യൂണിയനുകൾ, മാധ്യമങ്ങൾ, വളരെ ശക്തമായ ജുഡീഷ്യറി, അതിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രണ്ട്ലി സിറ്റുവേഷൻ വന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 7 വർഷമെടുത്താൽ ഒരു യൂണിറ്റിൽ സമരം നടന്നിട്ടില്ല. ഉത്തരവാദിത്വമുള്ള ട്രേഡ് യൂണിയനിസം വന്നിട്ടുണ്ട്. ഇന്നലെ പ്രസിഡന്റ് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരു വലിയ മാറ്റം നമ്മുടെ എല്ലാ വിധത്തിലും ഉണ്ടായിട്ടുണ്ട്. മീഡിയ, ഫ്രണ്ട്ലി മീഡിയ, ഇതെല്ലാമാണ് ഇപ്പോഴത്തെ ഒരു അനുകൂല സാഹചര്യം. മാഷ് സൂചിപ്പിച്ചു ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെന്നുള്ളത്. ഇതൊരു വലിയ സപ്പോർട്ടീവാണല്ലേ? തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് അപ്രോച്ച് പിന്നെ പ്രതിപക്ഷം എടുക്കാമെന്ന് ചെറിയൊരു കാര്യമില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അക്കാര്യത്തിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒറ്റ ശബ്ദമാണ്. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടല്ല എങ്കിലും ഈ യാത്രാബത്ത ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊരു ആ ഫയൽ ഞാൻ കണ്ടിട്ടില്ല. ഫയൽ കാണാതെ എനിക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ ജോയിൻ ചെയ്യുന്ന സന്ദർഭത്തിൽ എൻ്റെ മുൻഗാമി സമ്പത്തിന് കൊടുത്ത അതേ സംവിധാനങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഒരു വ്യത്യാസമുള്ളത് അദ്ദേഹത്തിന് ശമ്പളമായിരുന്നു, എനിക്ക് ഹോണറേറിയമാണ്. അതിൻ്റെ കാരണം എനിക്ക് പെൻഷനുണ്ട്, ഹെൽത്ത് സർവീസസ് ഉണ്ട്. ഞാൻ MPയും MLAയും ഇതേപോലെയൊക്കെയുള്ള അധ്യാപകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ശമ്പളം എടുക്കാൻ കഴിയില്ല. ഒരു ഹോണറേറിയം CM തീരുമാനിച്ചാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് എക്സ്പെൻസസ് അവിടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ യാത്രയെ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റാണ് സംവിധാനം ചെയ്തത്. ബാക്കിയുള്ള ഈ പറഞ്ഞതൊക്കെ ഫയലെടുത്ത് നോക്കണം. ഞാനായിട്ട് അവിടെ RC ആണ് ഫയൽ നോക്കുന്നത്. അത് ഞാൻ നാളത്തെ കഴിഞ്ഞ് മറ്റേ ഡൽഹിയിലെത്തുന്നുണ്ട്. എന്താണ് ഇതെന്ന് പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, അവർ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമാണ്. അല്ല, അത് നോക്കണം എന്താണ് ഫയൽ പോയിരിക്കുന്നത്. എനിക്കോ എൻ്റെ സ്റ്റാഫിനോ ഞങ്ങൾ 5 പേരെ വ്യത്യസ്തമായൊരു വേതനം കിട്ടിയിട്ടില്ല. അന്ന് എടുത്ത 3 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനം വന്നതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എമൗണ്ട് വന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാലല്ലേ പറയാൻ പറ്റൂ. യാത്രാബത്തയാണ് യാത്രാബത്ത നമുക്ക് ഗവൺമെൻറ്റല്ലേ യാത്ര തരുന്നത്, ബത്തയില്ല. ഗവൺമെൻറ് ടിക്കറ്റ് എടുത്ത് തരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് TADA ഇല്ല. എന്തായാലും മാഷ് ഇന്നാണല്ലേ ഈ മീറ്റിംഗ് വരുന്നത്? ഇന്നലെ ഉണ്ടായിരുന്നു. രാവിലെ വേറെ ചില മീറ്റിംഗുകൾ. ഓക്കെ, താങ്ക് യു മാഷ്. എന്തായാലും ഒരു വികസന കാഴ്ചപ്പാട് അത് എത്രത്തോളം കാര്യത്തിൽ ഗുണം ചെയ്യുന്നു എന്നുള്ള വാക്കുകൾ തന്നെയാണ് തോമസ് മാഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ PB തടത്തിനൊപ്പം സിജോ വിജോൺ, മീഡിയ 1.